വിവർത്തന സാഹിത്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതു സാഹിത്യ പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ വിവർത്തന സാഹിത്യത്തിന് അരുന്ധതി റോയിയുടെ ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടുന്നത് വരെയുള്ള ഒരു സമയത്ത് മറ്റൊരു തരത്തിലുള്ള അംഗീകാരം അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ചാനലൈസിങ് വളരെ വ്യക്തമായിരുന്നു. ഉദാഹരണമായിട്ട് ബംഗാളി ലിറ്ററേച്ചർ ആശാപൂർണ ദേവി, താരാശങ്കർ ബാനർജി ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വരുന്നത് അത് ലീല സർക്കാരിലൂടെയാണെന്നും പിന്നീട് പിൽക്കാലത്ത് അത് സുനിൽ ഞാളിയത്തിലൂടെ, പിന്നെ റഷ്യൻ ലിറ്ററേച്ചർ വന്നിരുന്നതിൻ്റെ റൂട്ട് അത് മറ്റൊന്നായിരുന്നു. നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്ത വിക്ടർ ഹൂഗോയുടെ പാവങ്ങൾ, ഇങ്ങനെയുള്ള വളരെ അംഗീകൃതമായിട്ടുള്ള ചില വിവർത്തന സങ്കല്പങ്ങളും വിവർത്തന രീതികളും ഒക്കെ നിലനിന്നിരുന്ന ഒരിടത്തേക്കാണ് അരുന്ധതി റോയിയുടെ ഈ പുസ്തകം കുഞ്ഞുകാര്യങ്ങളുടെ തമ്പുരാൻ എന്ന് പറയുന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെടുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ വില്യം ഗോൾഡിങ്ങിൻ്റെ ഒരു പുസ്തകം അന്നത്തെ DC ബുക്സ് പ്രസാധനം ചെയ്യുന്ന സമയത്ത് ഒരു ഗൂഫപ്പൊക്കെ ഉണ്ടായത് ഓർമ്മയുണ്ടാവും. ഇതിന് സമാനമായിട്ടുള്ള ഈച്ചകളുടെ തമ്പുരാൻ എന്ന് പറയുന്നത് ഒരു വികലമായ വിവർത്തനമായിരുന്നു. അതൊരു സൈറ്റൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഈച്ചകൾ, ഗോഡ് ഓഫ് ഫ്ലൈസ് എന്ന് പറയുന്നത് ഈ ചെകുത്താൻ്റെ പല രൂപങ്ങളിൽ ഒന്നിനെയാണ്. നമ്മൾ ഈ ബീൽസിബബ് എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാൻ എന്ന് പറയുന്ന ആ വിവർത്തനത്തിൽ ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നതിൽ ചെറിയൊരു പ്രശ്നം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് ആളുകൾ അന്ന് തിരിച്ചറിഞ്ഞിരുന്നോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ കുഞ്ഞു കാര്യങ്ങൾ, സ്മോൾ തിങ്സ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഈ സ്മോൾ പീപ്പിൾ എന്നുള്ള അർത്ഥത്തിലാണ് അരുന്ധതി റോയ് ഉപയോഗിച്ചത് എന്നാണ്. കാരണം അയ്മനം പോലുള്ളൊരു ചെറിയ ഗ്രാമത്തിലെ മീനച്ചിലാറിൻ്റെ കരയിലുള്ള കുറേ ചെറിയ മനുഷ്യർ, അതിൽ സവർണരും അവർണരും ദളിതരും ഒക്കെ ഉൾപ്പെടുന്ന കുറേയേറെ മനുഷ്യരുടെ, അപ്പോൾ ആ അർത്ഥത്തിലാണ് ആ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ ഇതെന്തോ ചെറിയ കാര്യങ്ങളുടെ സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പോലെ. ഇത് തന്നെ രണ്ടാമത്തെ പുസ്തകം, അവരുടെ നോവൽ 20 വർഷത്തിന് ശേഷം എഴുതിയ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന പുസ്തകത്തിന് ഞാനാണ് DC ബുക്സിന് വേണ്ടി അത് വിവർത്തനം ചെയ്തത്. അതിന് ഞാൻ കൊടുത്ത തർജ്ജമ എന്ന് പറയുന്നത് അത്യാനന്ദത്തിൻ്റെ ദൈവവൃത്തി എന്നുള്ളതാണ്. പ്രേഷിത വൃത്തി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ദൈവവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ മിനിസ്ട്രി എന്ന് പറയുന്ന വാക്കിന്, വാട്ട് ഈസ് മിനിസ്ട്രി, ഇതിനെ ഇംഗ്ലീഷ് നിരൂപകർ പോലും അതിനെ വിവരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ മന്ത്രിസഭ എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലാണ്. അപ്പോൾ അവർക്കൊരിക്കൽ പോലും ഇത് അതിനകത്തുള്ള അഞ്ജും എന്ന് പറയുന്നൊരു ഒരു ഹിജഡ ക്യാരക്ടർ, അവർ ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ പ്രേഷിത പ്രവർത്തനമായിരുന്നു എന്നുള്ള കാര്യം ആ പുസ്തകത്തിൻ്റെ 2ഉം 3ഉം അടരുകൾ വായിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഒരുപക്ഷെ തിരിഞ്ഞിരുന്നുള്ളൂ. ഞാനന്ന് ഈ 2018 ഞാനതിനെ വിവർത്തനം ചെയ്യുമ്പോൾ പലരും എഴുതിയ നിരൂപണങ്ങൾ ഞാനത് ഈ വിവർത്തനത്തിന് മുമ്പ് വായിച്ചു. എന്തായിരിക്കണം ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടിനെ ആളുകൾ എങ്ങനെയായിരിക്കണം നിരൂപിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത്. അവരെല്ലാം മന്ത്രിസഭ എന്നുള്ള അർത്ഥത്തിൽ, മലയാളികളും അതെ ഇംഗ്ലീഷുകാരും. ഏതോ ഒരു സംവിധായകൻ കേൾക്കുന്നത് ജോൺ കാർപ്പൻ്ററിൻ്റെ പാട്ടുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ആശാരിയുടെ ഒരു പാട്ടുകൾ എന്ന് പറയുകയുണ്ടായി. അതുപോലെ പക്ഷേ ഞാനിത് വായിച്ചു, മന്ത്രിസഭ എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ച് വരുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം തെറ്റായിട്ടാണ് സമീപിച്ചിരിക്കുന്നത്. അത് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, അത്യാനന്ദത്തിൻ്റെ ദൈവവൃത്തി, അത് പ്രേഷിതം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് ചുരുങ്ങിപ്പോകുമെന്നുള്ള ഭയം കൊണ്ട് അതിനെ ഞാൻ ദൈവവൃത്തി എന്നുള്ള രീതിയിൽ മാറ്റുകയായിരുന്നു. കുഞ്ഞുകാര്യങ്ങളുടെ തമ്പുരാൻ പ്രിയ AS വളരെ നന്നായി, വളരെ മനോഹരമായിട്ട് തർജ്ജമ ചെയ്തു. പക്ഷേ അത് ഇംഗ്ലീഷ് പുസ്തകം ഉളവാക്കിയ ആ ഒരു അല ഇവിടെ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. കാരണം അതുവരെ കേട്ടിരുന്ന കഥകളിൽ നിന്ന് വ്യത്യസ്തമായോ അല്ലെങ്കിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിന് കിട്ടിയ ആഗോളപരമായിട്ടുള്ള ആ സാന്നിധ്യം, വിമർശന സാന്നിധ്യം, അത് ഈ പുസ്തകം അർഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും അന്നത്തെ മലയാളി വായനാ സമൂഹം, 90കളുടെ ഒടുക്കത്തെ മലയാളി വായനാ സമൂഹം ചോദിച്ചിട്ടുണ്ടാകണം. വാട്ട് ഈസ് ഓൾ ദിസ് ഫസ് അബൌട്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം. എന്തിനാണ് ഈ ആളുകൾ ഇത്രയധികം ഈ ഒരു പുസ്തകത്തെ ചൊല്ലി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നത്? ഒരുപക്ഷെ അതിന് തൊട്ടു മുമ്പ് തന്നെ വന്ന
അനിതാ നായരുടെ മിസ്ട്രസ് എന്ന് പറയുന്ന നോവൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ, അത് ഞാനാണ് വിവർത്തനം ചെയ്തത്, ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ മനോഹരമായിരുന്നിരിക്കാം എന്നൊക്കെ ആളുകൾക്ക് അന്ന് ഒരുപക്ഷെ തോന്നലുണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അരുന്ധതി റോയിയെ പുനർവായനയ്ക്ക് പ്രേരിപ്പിച്ചത്, പ്രത്യേകിച്ച് മലയാളിയെ പുനർവായനയ്ക്ക് പ്രേരിപ്പിച്ചത്, ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഡോക്ടർ ആൻഡ് ദ സെയിൻറ്റ് എന്ന് പറയുന്ന ഈ പുസ്തകം അംബേദ്കറിനെയും ഗാന്ധിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഉള്ള അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അംബേദ്കറുടെ ഒരു പ്രഭാഷണത്തിനെ അരുന്ധതി റോയി തർജ്ജമ ചെയ്യുകയും അതിന് വളരെ ബൃഹത്തായ വിപുലമായ ഒരു അവതാരിക അവർ എഴുതുകയും ചെയ്തപ്പോഴാണ്. അതെന്തുകൊണ്ട് വിവാദാത്മകമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ഡിസ്കോഴ്സിലേക്ക് കൊണ്ടുവന്നതും അതിനെ എന്താണ് പറയുന്നത്, ഒരു വിമർശനത്തിൻ്റെ ഒരു ഓബ്ജക്റ്റാക്കി മാറ്റുകയും ചെയ്തത് ഇവിടുത്തെ ദളിത് ബുദ്ധിജീവികളാണ്. അവർ പൊതുവെ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, അതൊരു പക്ഷേ ഈ പുസ്തകം മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ സാന്നിധ്യത്തിലും ഉയർത്തപ്പെട്ടത്, അരുന്ധതി റോയി എന്ന് പറയുന്ന സുറിയാനി ക്രിസ്ത്യാനിറ്റിയുടെ സവർണ പ്രിവിലേജുകൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയ പ്രിവിലേജ്, ബുക്കർ പ്രൈസും പിന്നെ തുടർന്നുള്ള സംഭവങ്ങളും നൽകിയ പ്രിവിലേജുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ അംബേദ്കറിൻ്റെ ടെക്സ്റ്റിനേക്കാൾ വലിയ ടെക്സ്റ്റ് എഴുതി അംബേദ്കറിനെ ഷാഡോ ചെയ്യുകയായിരുന്നു എന്നൊരു വലിയ വിമർശനം അരുന്ധതി റോയ്ക്ക് എതിരെ ഉണ്ടാകുന്നതോടുകൂടിയാണ് എനിക്ക് തോന്നുന്നത് അരുന്ധതി മറ്റേതൊരു പുസ്തകത്തിനേക്കാൾ ഉപരി ഒരു വലിയ രീതിയിൽ ഫ്രെയിം ചെയ്യപ്പെടുന്നത്. അതിന് അരുന്ധതി റോയി യഥാർത്ഥത്തിൽ കേരളത്തിലെ ദളിത് ബുദ്ധിജീവികളോടായിരിക്കും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഒരുപക്ഷെ തെറ്റായിരിക്കാം, എൻ്റെ അഭിപ്രായത്തിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകം ജനറേറ്റ് ചെയ്ത ആ ഒരു ഇൻ്റർനാഷണൽ അലകൾ, ഇൻ്റർനാഷണൽ വേവ്സ് നമ്മുടെ മലയാള പരിഭാഷയ്ക്ക് കിട്ടിയില്ല എന്നതിനർത്ഥം പരിഭാഷ മോശമായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് ഈ പുസ്തകം ഇത്രയും വലുതാകാൻ വേണ്ട കോപ്പ് അല്ലെങ്കിൽ സ്കോപ്പ് ഉണ്ടോ എന്ന് മലയാളി വായനക്കാർക്ക് തോന്നിയതാകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.